ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ എങ്ങനെ മെഴുക്ക് പുരട്ടി റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. മെഴുക്ക് പുരട്ടി എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളിതുപോലെ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡിയാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുക, എന്നെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കൊരു 10-15 ചെറിയുള്ളി ഇതുപോലെ ചതച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ചെറിയുള്ളി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഈ ചെറിയുള്ളി നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നല്ലതുപോലെ അങ്ങ് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരു 2-3-4 മിനിറ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മളിതുപോലെ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞിട്ട് പോകും. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നമുക്കിതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചതാണ്, അതും 1 സ്പൂൺ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പയറൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളി മസാലകളൊക്കെ നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 3 സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് നല്ലതുപോലെ തന്നെ ആ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തേണ്ട രീതിയിൽ നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഒരു 3 സ്പൂൺ വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ആ ആവിയിൽ ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2-3-4 മിനിറ്റ് ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടങ്ങ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് നല്ലതുപോലെ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാണുമ്പോൾ അത് ഒരുപാട് വെള്ളം ഉണ്ടെന്ന് തോന്നും, പക്ഷെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ആ വെള്ളം പാകത്തിനുള്ള വെള്ളം തന്നെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വിട്ടു പോകരുത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് വീണ്ടും അടച്ച് വെച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി, ആവിയിൽ കിടന്നിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതിൽ വെള്ളമൊക്കെ അങ്ങ് വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് പെട്ടെന്ന് അടിക്ക് പിടിക്കും, കാരണം വെള്ളമൊക്കെ വറ്റി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 മിനിറ്റ് ഇതുപോലെ അങ്ങ് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.